صلى الله عليه وسلم أفضل الصدقة أن يتعلم المرء المسلم علما ثم يعلمه أخاه المسلم. شفيعنا رسول الله. ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെൻട്രൽ കൗൺസിൽ ക്ഷേമനിധിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ സയ്യിദ് OMS തങ്ങൾ അവരുടെ വേദിയിലുള്ള ദക്ഷിണ കന്നഡ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, ഒന്നിരായ മുഫത്തിഷും ഉസ്താദുമാരെ, പണ്ഡിത മഹത്തുക്കളെ, സാദാത്യങ്ങളെ, വിവിധ മദ്രസകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സദർ ഉസ്താദുമാരെ, മാനേജ്മെന്റ് പ്രതിനിധികളെ, SKSBയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തെയും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ നമ്മെ ഈ നിലയിലെത്തിക്കാൻ കഠിന ത്യാഗം ചെയ്ത ധാരാളം ആളുകൾ, പഠനകാലത്തും അധ്യാപന കാലത്തും ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, താമസ സൗകര്യങ്ങൾ ഒരുക്കി തന്നവർ, ദീനിനെയും ദീനി സംരംഭങ്ങളെയും അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ആളുകൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറ് പകരം നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ റഹ്മാനേ. മൺമറഞ്ഞു പോയ ആളുകളുടെ ബർസഖിയ ജീവിതം അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന നന്മകളുടെ ഒരു വിഹിതം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസരം അവർക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ദഅവത്തിന്റെ മേഖലയിൽ അഭിമാനത്തോടെ പരിപൂർണ ആരോഗ്യത്തോടെ ദീർഘകാലം സേവനം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വലിയ പ്രതീക്ഷകളാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളെ കൂടെ നിൽക്കുന്ന നമ്മുടേതായ മക്കളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. മക്കളെ കാര്യത്തിൽ ഞങ്ങൾ നീ ഫളീഹത്തിലാക്കല്ല അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഇനി നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ എല്ലാ മേഖലകളും ടച്ച് ചെയ്ത് നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടുന്ന വിധം, കരയേണ്ടവർക്ക് കരയാനും ചിരിക്കേണ്ട അവസരങ്ങൾ ചിരിക്കാനുമുള്ള എല്ലാ അവസരവും തന്നുകൊണ്ട് ഏകദേശം മിനിറ്റുകൾ മാത്രം കുറവുള്ള 1 മണിക്കൂർ നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി. എങ്ങനെയാ കഴിഞ്ഞത് എന്ന് പോലും നമുക്കറിയില്ല. ഇനി ഇവിടെ നവയുഗത്തിലെ മദ്രസ എന്ന വിഷയത്തെ കുറിച്ച് വളരെ കുറഞ്ഞ സമയം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങളായി സദർ സംഗമത്തിലും അതുപോലെ ഉലമ ഉമറ കോൺഫറൻസിലും ഒക്കെ വന്നുകൂടാൻ എന്തുകൊണ്ടോ അല്ലാഹു എനിക്കൊരു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ഈ ബന്ധം എന്നും നമ്മെ നിലനിർത്തി തരട്ടെ. നവയുഗം അഥവാ പുതിയ യുഗം, നാം ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ നമ്മുടെ മദ്രസയെ കുറിച്ച് ഇവിടെ ഒരു സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. അൽഹംദുലില്ലാഹ്. സ്ക്രീനിൽ എഴുതണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ബംബ്രാൻ ഉസ്താദ് ചോദിച്ചു, കൈകൊണ്ട് തന്നെ എഴുതുവാണോ വേണ്ടത്? ഉസ്താദിനോട് പറഞ്ഞു, കൈകൊണ്ട് എഴുതിയാൽ മതി. കൈകൊണ്ട് വളരെ വേഗതയിൽ ബിസ്മി എഴുതിയപ്പോ 3 കളറുകളിലായി ആ ബിസ്മി ബോർഡിലൂടെ പതിഞ്ഞു. ചോക്കിന്റെ ആവശ്യമില്ല, ഡസ്റ്ററിന്റെ ആവശ്യമില്ല. ഡിജിറ്റൽ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ദീന് നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ പറ്റുന്ന അവസരങ്ങളാണ് വിദ്യാഭ്യാസ ബോർഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാനേജ്മെന്റ് മീറ്റിംഗ്, റേഞ്ച് തല പാഠപുസ്തക ശില്പശാലയ്ക്ക് സംബന്ധിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ കൂടെ യാത്രയിലുണ്ടായിരുന്ന ഒരു സാധു എന്നോട് പറഞ്ഞു, ഇന്ന് കമ്മിറ്റിക്കാരുടെ യോഗം ഉണ്ടല്ലേ? ഉണ്ട്. മദ്രസയിലല്ല TV വെക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടിയല്ലേ? മദ്രസയിൽ TV വെക്കാൻ കമ്മിറ്റിക്കാരുടെ യോഗം. ഒപ്പരങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത്, കഴിഞ്ഞ 16, 17 തീയതികളിൽ പാഠപുസ്തക ശില്പശാല നടക്കുന്നതിനാൽ അന്നേ ദിവസങ്ങളിൽ മദ്രസകൾക്ക് അവധിയായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഒരു മാനേജ്മെന്റ് പ്രതിനിധി ചോദിച്ചത്,
വിദ്യാഭ്യാസ ബോർഡിന് മദ്രസക്ക് അവധി കൊടുക്കാൻ എന്ത് അധികാരമാണ്? മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം, നിങ്ങളെ മദ്രസ നാളെ ലീവാക്കുവോ തരുവോ എന്ന് ചോദിക്കാം. ബോർഡിന് ലീവ് പ്രഖ്യാപിക്കാൻ എന്ത് അവകാശമാണ്? ന്യായമായ ചോദ്യമല്ലേ? ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഭാഗ്യത്തിന് എന്റെ കയ്യിൽ മദ്രസ അംഗീകാരത്തിനുള്ള ഒരു ഫോറത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് വായിച്ചു. ഒരു മദ്രസക്ക് അംഗീകാരം നൽകാൻ വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോ ആ മാനേജ്മെന്റ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വിവരം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നും കാലാകാലങ്ങളിലായി വിദ്യാഭ്യാസ ബോർഡും സമസ്തയും കൈകൊള്ളുന്ന എല്ലാ തീരുമാനങ്ങളും കൃത്യമായും വ്യക്തമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു കൊള്ളാമെന്നും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് താഴെ പ്രസിഡന്റ് സെക്രട്ടറി പേരെഴുതി ഒപ്പുവെച്ച് മദ്രസ കമ്മിറ്റിക്ക് സീലും അടിച്ചിട്ടാണ് അപേക്ഷ പോകുന്നത്. പിന്നെ ലീവ് കൊടുക്കാൻ, ലീവ് പ്രഖ്യാപിക്കാൻ അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. വളരെ കൃത്യമായി മദ്രസന്റെ എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യമൊന്നുമില്ല. ഇക്കഴിഞ്ഞ ഇപ്പൊ 14-ാം തീയതിയാണ്, ജൂൺ മാസം 14-നാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ മാസത്തെ മീറ്റിംഗ് ചേർന്നത്. അതിന് തൊട്ട് മുമ്പ് മെയ് മാസത്തെ 2-ാം ശനിയാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ മദ്രസ അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിച്ച അപേക്ഷകളിൽ ഒരപേക്ഷ എന്റെ അറിവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല, അത് എനിക്ക് അയച്ചു തന്നതാണ്. വീണ്ടും അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ മാറ്റിവെച്ചു. ആദ്യം അന്വേഷിച്ച ആള് ഞാനല്ല, വേറൊരു മുഫത്തിഷാണ് അത് അന്വേഷിച്ച് ഒപ്പിട്ട് കൊടുത്തത്. എന്താ സംഭവം? ആ മഹല്ല് ഉണ്ടാക്കിയത് ഈ അപേക്ഷ കൊടുത്ത ഒരു സയ്യിദാണ്. മൂപ്പരുടെ കീഴിൽ അവിടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് നടക്കുന്നുണ്ട്. ആ മദ്രസയും ആ പള്ളിയും ഹിഫ്ളുൽ ഖുർആൻ കോളേജും സ്ഥാപിച്ചതും അവിടെ ഒരു മഹല്ലിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹമാണ്. ഇടക്കാലത്ത് ചെറിയൊരു പ്രശ്നമായി, മഹല്ലും കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വേറെയായി, തങ്ങള് വേറെയായി. അപ്പൊ തങ്ങളിപ്പോ ആ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് മാത്രമേ നടത്തുന്നുള്ളൂ. ആ കോളേജിലുള്ള കുട്ടികൾക്ക് സ്കൂൾ സിലബസ് പ്രകാരം മദ്രസക്ക് അംഗീകാരം നൽകണമെന്ന് പറഞ്ഞിട്ടാണ് അപേക്ഷ. അതിലൊരു സത്യവാദം പോലെ കൂടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മദ്രസ പ്രവർത്തിക്കുന്നത് കാരണം മഹല്ലത്തിലുള്ള മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയും ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കൂല. ഞങ്ങളുടെ മദ്രസയിൽ ആരെയാ ചേർക്കുന്നത്? ഹിഫ്ളുൽ ഖുർആൻ ചേർത്ത് പഠിക്കുന്ന കുട്ടികളെ മാത്രമേ ഈ മദ്രസയിൽ ചേർക്കുകയുള്ളൂ എന്ന് സത്യവാങ്മൂലം കൂടി എഴുതി കൊടുത്ത അപേക്ഷ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചില്ല. വിദ്യാഭ്യാസ ബോർഡ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഇത് അംഗീകരിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവിടെയുള്ള ഈ മാനേജ്മെന്റ് ഇതിനെതിരെ വന്നാൽ അതവിടെ മരവിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും അന്വേഷിച്ച് ആ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്ന് ഒരു NOC വാങ്ങണം. നോക്കണേ നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് ഏതെല്ലാം വിഷയങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഒരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നത്. ഇപ്പൊ 11,000 കവിയാൻ പോകുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ മാസത്തെയും 2-ാം ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ചേരുമ്പോ ധാരാളം മദ്രസകൾ അംഗീകരിക്കാൻ വേണ്ടിയുള്ള അപേക്ഷകൾ അവിടെ സമർപ്പിക്കപ്പെടുകയാണ്. അത് കൃത്യമായി പരിശോധിച്ചിട്ടാണ് അതിന് അംഗീകാരം നൽകുന്നത്. അപ്പൊ ആ മദ്രസകളിൽ സേവനം ചെയ്യുന്ന എന്നല്ല, അവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാരുടെ അമീറുമാരാണ് നിങ്ങൾ, സദർ മുഅല്ലിമീങ്ങളാണ്. നിങ്ങളുടെ നേതൃത്വത്തിലാണ് ആ മദ്രസയുടെ അകത്തുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, സദർ മുഅല്ലിം ആരായിരിക്കണം, എന്തൊക്കെ യോഗ്യതകൾ അയാളിൽ ഉണ്ടായിരിക്കണം, അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെറിയ ഓർമ്മപ്പെടുത്തി ഒരു 4 തരത്തിലുള്ള യോഗ്യതകളുണ്ട്, 4 തരത്തിലുള്ള ശൈലികളുണ്ട്.
അതിൽ ഒന്നാമത്തത് ഏകാധിപത്യ ശൈലിയാണ്. ഏകാധിപത്യ ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതന്ത്രാണ്, ഞാൻ പറഞ്ഞ കാര്യം നടത്തിക്കൊള്ളണം, നിങ്ങൾ വഴിമീങ്ങളാണ്, നിങ്ങൾ എന്റെ സ്റ്റാഫാണ്, നിങ്ങളത് അംഗീകരിച്ചു കൊള്ളണം എന്ന നിലക്കുള്ള ഒരു ശൈലി. മറ്റൊന്നോ ഉദ്യോഗസ്ഥ ശൈലി. ഉദ്യോഗസ്ഥ ശൈലി നമുക്കറിയാലോ. 10 മണിക്കാണ് ഓഫീസിൽ കയറേണ്ടതെങ്കിൽ 10 മണിയാകുമ്പോൾ വന്ന് ബാഗ് അവിടെ വെച്ച് ഡ്രസ് മാറാൻ പോയി, ഡ്രസ് മാറി ഓഫീസ് ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് അല്പം കഴിയുമ്പോഴേക്ക് ചായയുടെ സമയമായി, ചായക്ക് പോയി. ഇങ്ങനെ ഓരോന്ന് കൃത്യമായി ആ വിഷയങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ ശൈലി രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താ? ഉദാസീനതാ ശൈലി. മൂപ്പര് സദറാണ്. നാളെ സാഹിത്യ സമാജം, നാളെ സമാജം അറിയില്ല, ആരറിയില്ല? സദറുസ്താദ് അറിയില്ല. ആ മദ്രസയിൽ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്, ഒന്നും സദറുസ്താദ് അറിയില്ല. അതൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മൂപ്പരൊരു മടലാണ്, ഒരു മടലായിട്ടാണ്. മടലെന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഒഴുകുന്ന വെള്ളത്തിന് മുറിയാനൊരു മടലവിടെ നിന്നാല് വെള്ളം നിൽക്കുക, വെള്ളം അതിന്റെ അടിയിൽ അപ്പുറത്തേപ്പുറത്തെല്ലായിട്ട് പോകും, മടലാട് ഉണ്ടാവും. അപ്പൊ എല്ലായിലും ഒരു വിലങ്ങായിട്ട് മൂപ്പരാട് ഉണ്ടാവും. അവസാനത്തതാണ് ജനാധിപത്യ ശൈലി. ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും പരസ്പരം കൂടിയാലോചനയൊക്കെ നടത്തി ഒരു അന്വേഷണം നടത്തി മുഷാവറ വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന എന്താ? വശാവിറുഹും ഫിൽ അംർ. നബിയെ, ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും എന്ത് വേണം? അവരോടൊരു കൂടിയാലോചന നടത്തണം. ഇത് ആരോടാ പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്ക് പോലും പറയാത്ത, അള്ളാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്ത്? അവരോട് മുശാവറ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാവൂ. അപ്പൊ ജനാധിപത്യ രീതി, മുശാവറ കൊണ്ട് വലിയ നേട്ടമുണ്ട്. മാ ഖാബ മൻ ഇസ്തശാറ വമാ നദിമ മൻ ഇസ്തഖാറ. മാ ഖാബ മൻ ഇസ്തശാറ. മുശാവറ നടത്തിയ ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. വമാ നദിമ മൻ ഇസ്തഖാറ. ഖൈറിനെ ചോദിച്ച് അന്വേഷിച്ച് നടന്ന ഒരാളും പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. നിങ്ങളിപ്പോ ഒരു കച്ചവടം തുടങ്ങാൻ പോവാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവാ ടൗണില്. കച്ചവടത്തെ കുറിച്ച് നല്ല പരിചയവും ആ മേഖലയിൽ ദീർഘകാലത്തെ കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ്. ഒരു കാര്യം അന്വേഷിച്ചില്ല, നമ്മൾ നോട്ടീസ് ഇറക്കി, ഓപ്പൺ ഇത്രാം തീയതിയാന്ന് പറഞ്ഞു, ഓപ്പൺ ആക്കി. ഒരു മാസം കഴിഞ്ഞപ്പോ അതിനേക്കാൾ സ്പീഡായിട്ട് കൂട്ടുകയും ചെയ്തു. അപ്പൊ ഈ ചങ്ങായി പറയാം, വേണം, ആവശ്യമാണ്, ഒരു വാക്ക് പറഞ്ഞൂടെ നമ്മളോട്? ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റ് എത്രമാത്രം നടക്കും നമുക്കറിയില്ലേ, നമ്മളിവിടെ എത്ര കൊല്ലം ഇത് തുടങ്ങിയിട്ട്. അപ്പൊ ആ മേഖലയിൽ പരിചയമുള്ള ഒരാളോട് ഒരു മുശാവറ പോലും നടത്താതെയാണ് അത് തുടങ്ങിയത്. എന്തുണ്ടാവില്ല? ഒരു പിന്തുണയോ സഹകരണമോ ഉണ്ടാവില്ല. അപ്പൊ ഈ 4 കാര്യങ്ങളും ആരിലും വേണം? നേതാവിനുണ്ടാവും. 4 ശൈലിയും. ഏതുപോലെ നമ്മൾ ഇപ്പൊ പരിപാടിയില്ല, പരിപാടി മുറുക്ക, ബോൾട്ട് മുറുക്കലല്ല, അടക്ക